ജീവിതം അഗ്നിപരീക്ഷണമാകുന്നത് അവൾ അറിഞ്ഞു. മകളുടെ അവസ്ഥ അച്ഛൻ്റെ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം, പറയുന്നത് വിപരീതമാകുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകരുതൽ സുമയെ ഭയപ്പെടുത്തി. എപ്പോഴും വാചാലനാകുന്ന വ്യക്തി മൗനമാകുമ്പോൾ അയാൾ മനസ്സിൽ ആലോചിക്കുകയാണ് എന്ന് അവൾ ഊഹിച്ചു. യാന്ത്രികമായി ഭക്ഷണം കഴിച്ചു. കൊടുക്കാനുള്ള ബാഗുമായി ഒരു ഊബർ ടാക്സി വരുത്തി. തുകനയുടെ അച്ഛൻ പോകുമ്പോൾ സുമ പിന്നാലെ ചെന്നെങ്കിലും പലവിധ ചിന്തകൾ കാരണം അയാൾ ഒന്ന് തിരിഞ്ഞൊന്നു നോക്കാനും മറന്നു. പ്രഭാത ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന തുകിന, ഞാനൊന്ന് പോകുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറയുമോ അമ്മേ? വർക്ക് ഇട്ടിട്ടാണ് ഉച്ചയ്ക്ക് പോന്നത്. ലീവ് എടുത്താൽ മാനേജർ കലിപ്പിയാണ്. ഞാൻ പോകുവാണേ, ലത പറഞ്ഞു. അച്ഛൻ വന്നതല്ലേ, പോയാലോ? അച്ഛൻ രാവിലെ പോയി. അവളും പോട്ടെ. തുകന സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു. കല്യാണ ആഭരണം എടുക്കാൻ പോണമെന്നല്ലേ പറഞ്ഞത്? ഇന്നാണോ ചേച്ചി നിങ്ങൾ പോണത്? ലത ചോദിച്ചു. അറിയില്ല മോളെ, നീ ചിക്കൻ മസാല പുരട്ടി മൈക്രോ ഓവനിൽ വയ്ക്ക്. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കൂ. നമുക്ക് ബിരിയാണി ശരിയാക്കാം. നൈസായിട്ട് അരിഞ്ഞ് സവാള തൈരും ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും പാകത്തിന് ഇടിച്ച് നല്ല കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ബിരിയാണിക്കുള്ള എല്ലാം റെഡിയാക്കട്ടെ. കിച്ചണിൽ ഇറച്ചി പൊരിയുന്ന മണം പരന്നു. മസാലകളുടെ ചേരുവ കറക്റ്റായത് കാരണം ബിരിയാണി കറി ഗംഭീരമായി. ഓവനിലിരുന്ന ചിക്കൻ വെന്തു പൊരിഞ്ഞു. എല്ലാം റെഡിയായി. ഗേറ്റ് തുറന്നു. രഘുവേട്ടനും സ്വന്തം ഭർത്താവും കുടിച്ച് ലെവലില്ലാതെ വന്ന കാറ് ഡ്രൈവറോട് വഴക്കിട്ടുകൊണ്ടിരുന്നു. അയാൾ രഘുവേട്ടൻ്റെ കഴുത്തിന് പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ക്യാഷ് എടുക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെടാ? സാറ് തരണം ക്യാഷ്, അല്ലെങ്കിൽ ഞാൻ തരില്ല. അളിയനെ വിട്, നീ കഴുത്ത് പിടിച്ചത് ശരിയായില്ല കേട്ടോ. ശരിയും തെറ്റും താൻ പഠിപ്പിക്കണ്ട. ക്യാഷ് എവിടെയാടാ? ഇത് ഊബർ ടാക്സിയാണ്, കളിക്കല്ലേ. തല്ലിപ്പൊളിയോട് സാറ് ചേരല്ലേ. തൊട്ട കൈ നാറുന്ന വർഗമാണ് ഇയാൾ. ഒരിടത്തുമില്ലാത്ത നായാണിവൻ. ഇയാൾ വാങ്ങുന്നത് പലിശയല്ല, ബ്ലേഡാണ്. കഴുത്തറക്കുന്ന കൊള്ള പലിശ. ബ്ലേഡാണ്. ബ്ലേഡിന് കാശ് കൊടുക്കുന്ന ആളാണ്. കൂട്ടുകാരനെങ്കിൽ പെട്ടെന്ന് മാറിക്കും, ജീവിതം തൊലഞ്ഞു പോകും. തുങ്ങനയുടെ അച്ഛൻ എത്രയാണോ കൊടുത്ത് വിട് രഘുവേട്ട, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ കൊടുക്കണമെങ്കിൽ ഇവന് 2 കൊടുത്തിട്ട് കൊടുക്കാം. ശരിയായില്ലെന്ന് കണ്ടാൽ ഡ്രൈവർ തുകനയുടെ അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ കണ്ടോ, ഇയാൾ തരണ്ട. രഘുവേട്ടനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അയാൾ തുകനയുടെ അച്ഛൻ കൊടുത്ത ക്യാഷ് വാങ്ങി മടങ്ങുമ്പോൾ രഘുവേട്ടനെ കറക്കി നോട്ടമെറിഞ്ഞ് അയാൾ കാർ ഓടിച്ചു മറഞ്ഞു. വളരെ വിഷാദത്തോടെ തുകനയുടെ അച്ഛൻ മടങ്ങിയെത്തി. ഒപ്പം രഘുവേട്ടനെ കണ്ട് സുമയുടെ മുഖം വാടി. എന്തെങ്കിലും നുണ പറഞ്ഞു കൊടുത്ത് നുണച്ചു തള്ളമാരുടെ സ്വഭാവമാണ് അയാൾക്ക്. ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ, കൂടെ തന്നെ ഉണ്ട്, വിട്ടുമാറുന്നില്ല. നുണ പറഞ്ഞ് അടി ഉണ്ടാക്കാനാവും കൂടെ കൂടിയത്. കൂടെ കൊണ്ടു നടന്ന് കുടിപ്പിച്ചു അല്ലേ? സുമ രഘുവേട്ടനോട് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് തുകനയുടെ അച്ഛനായിരുന്നു. ഇവിടെ ഞങ്ങളെ കുഞ്ഞുങ്ങളാക്കണ്ട, കുഞ്ഞു കളിപ്പിക്കണ്ട. ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. ഇന്ന് നമുക്ക് പുറത്തു പോകണ്ടേ? സുമ ചോദിച്ചു. എന്തിന്, എവിടെ? രഘുവേട്ടൻ സുമയെ കളിയാക്കി. രഘുവേട്ടൻ കടയിൽ പോകുന്നില്ലേ? നല്ല ബിസിനസ്സുള്ള നേരമല്ലേ? ഇദ്ദേഹത്തിനെ കുടിപ്പിച്ചതെങ്കിൽ കുടിപ്പിച്ചല്ല സുമയെ, ഞാൻ കുടിച്ചിട്ട് അളിയനെ കുടിപ്പിച്ചു. വെറുതെയാണോ അളിയ? തന്നെ വെറുതെ, അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. ഓവറായി മദ്യം അകത്ത് ചെന്ന് 2 പേരും ലഹരി കയറി കയ്യും കാലും പരത്തി കിടന്നു. അവരെ കണ്ട് സുമ കണ്ണുപൊത്തി കരഞ്ഞു. ലത വിഷമത്തിലായി.